Okay, now we will move on to the next. Instead of next question, we will discuss a little more theory part. Okay, so now we will move on to conjugate and modulus. We have already discussed what is a conjugate. We have seen that. We have already discussed what is a conjugate, and now we will go to modulus as well and their properties. Okay, so conjugate, we have already discussed that. What is a conjugate? For a complex number z is equal to a plus ib, the conjugate is denoted by z dash, or that is equal to a plus ib whole dash, and is the complex number obtained by changing the sign of the imaginary part. For example, z is equal to, if z is equal to minus 2 minus root 3 or I root 3, then z dash is equal to minus 2 plus I root 3. Here what we have to discuss here is some of the few properties of conjugate. Few simple properties given in the the printed sheet. Okay, so the not the printed, the soft copy, the details which is attached here with. Okay, അപ്പോൾ നോക്കാം നമുക്ക് എന്താണ് okay, for properties, ചെറിയ ഒന്ന് രണ്ട് പ്രോപ്പർട്ടികൾ, വളരെ പ്രധാനപ്പെട്ട സിമ്പിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടി. ഒന്നാമത്, സപ്പോസ് z ഇസ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി, z ഡാഷ് ഇസ് ഈക്വൽ ടു എന്താ, എ മൈനസ് ഐ ബി. തർക്കമൊന്നുമില്ല കാര്യത്തിൽ. അപ്പോൾ z ഡാഷിൻ്റെ കോൺജുഗേറ്റ് ഒന്ന് എടുത്ത് നോക്കിയാലോ. അതിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കോൺജുഗേറ്റ്, ഏത്, എ മൈനസ് ഐ ബിൻ്റെ കോൺജുഗേറ്റ്, എ മൈനസ് ഐ ബിയുടെ കോൺജുഗേറ്റ്, z ഡാഷിൻ്റെ കോൺജുഗേറ്റ്, എ മൈനസ് ഐ ബിൻ്റെ കോൺജുഗേറ്റ്. അതെന്തായിരിക്കും? That will be conjugate of this complex number is the complex number obtained by changing the sign of the imaginary. അപ്പോൾ സൈൻ ചേഞ്ച് ചെയ്തപ്പോൾ എന്ത് കിട്ടി? ഇത് കിട്ടി. ഏത്? ഇതെന്താ? z. So first property is z dash whole dash is equal to same as z. രണ്ടാമത്തെ പ്രോപ്പർട്ടി നോക്കാം. It is considered two complex numbers. z1 is equal to a1 plus I b1, or a plus ib and c plus id. We will take that. അങ്ങനെ എടുക്കാം. a plus ib and z2 is equal to c plus id, രണ്ട് കോംപ്ലക്സ് നമ്പർ. z1 plus, okay, z1 conjugate is a minus ib, z2 conjugate എന്താക്കാം? c minus id. ഓക്കെ, റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ what is z1 plus z2? രണ്ട് കോംപ്ലക്സ് നമ്പർ എങ്ങനെ ആഡ് ചെയ്യുമെന്നാണ് നമ്മൾ ചർച്ച ചെയ്ത്, മറന്നുപോയോ? എങ്ങനെയാണത്? അതിൻ്റെ റിയൽ പാർട്ടുകൾ ആദ്യം നമ്മൾ ആഡ് ചെയ്യും, അതിൻ്റെ ഇമാജിനറി പാർട്ട് വേണമെങ്കിൽ ഒന്ന് എഴുതി കാണിക്കാം. എ പ്ലസ് ഐ ബി പ്ലസ് സി പ്ലസ് ഐ ഡി എന്ന് പറഞ്ഞാൽ എ പ്ലസ് ഐ ബി പ്ലസ് സി പ്ലസ് ഐ ഡി ചെയ്തതല്ലേ? എന്താ പത്ര? എ പ്ലസ് സി പ്ലസ് ഐ ഇൻറ്റു ബി പ്ലസ് ടി. ഇമാജിനറി പാർട്ട് വേറെ, ദാറ്റ് ഈസ് എ പ്ലസ് സി പ്ലസ് ഐ ഇൻറ്റു b plus t. So it's again a complex number. കോംപ്ലക്സ് നമ്പർ ആണോ? അത് ഏത് ഫോർമാറ്റിലാണ് കിടക്കുന്നത്? ഇത് കിടക്കുന്നത് ഏത് ഫോർമാറ്റിലാണ്? ഇത് കിടക്കുന്നത് എ പ്ലസ് ഐ ബി എന്ന് പറയുന്ന സ്ഥലത്ത്. എൻ്റെ സ്ഥാനത്ത് എന്താണ്? എ, ചെറിയ എ പ്ലസ് സി. ബിയുടെ സ്ഥാനത്തോ ബി പ്ലസ് ടി. സോ നൗ ദ ക്വസ്റ്റൻ ഇസ് വാട്ട് ഇസ് z1 പ്ലസ് z2 ഹോൾ കോൺജുഗേറ്റ്? ഇതിൻ്റെ കോൺജുഗേറ്റ് എന്താണ് എന്ന് പറഞ്ഞാൽ ഈ കോംപ്ലക്സ് നമ്പറിൻ്റെ കോൺജുഗേറ്റ്, ഏത് കോംപ്ലക്സ് നമ്പറിൻ്റെ? z1 പ്ലസ് z2ൻ്റെ കോൺജുഗേറ്റ്, ഈ എൻ്റയർ കോംപ്ലക്സ് നമ്പറിൻ്റെ കോൺജുഗേറ്റ്. ഏതാണ് കോംപ്ലക്സ് നമ്പർ? എ പ്ലസ് സി പ്ലസ് ഐ ഇൻറ്റു ബി പ്ലസ് ടി. ഇതൊന്നും കണ്ട് പേടിക്കേണ്ട, ഇതിൻ്റെ പ്രൂഫൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, അറിഞ്ഞിരിക്കാൻ. ഈ കോംപ്ലക്സ് നമ്പർ എഗെയിൻ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ കോംപ്ലക്സ് നമ്പർ ഒബ്റ്റെയിൻഡ് ബൈ ചേഞ്ചിങ് ദ സൈൻ ഓഫ് ഇമാജിനറി പാർട്ടിൻ്റെ സൈൻ എന്താ? പ്ലസ് ഐ ഇൻറ്റു ബി പ്ലസ് ടി. ഇതാണ് അതിൻ്റെ കോംപ്ലക്സ് ഏത്? കോൺജുഗേറ്റ്. ഇനി നമുക്ക് കണ്ടവിടെ z1 ഉണ്ട്. We have z1 and z2 available, z1 dash and z2 dash. അതായത് z1ൻ്റെ കോൺജുഗേറ്റും z2ൻ്റെ കോൺജുഗേറ്റും അവ തമ്മിലൊന്ന് നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. z1 കോൺജുഗേറ്റ് പ്ലസ് z2 കോൺജുഗേറ്റ് എന്താണ്? ഇത് രണ്ടെണ്ണമാണ് ആഡ് ചെയ്യേണ്ടത്. അത് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എ മൈനസ് ഐ ബി പ്ലസ് സി മൈനസ് ഐ ഡി. ഇറ്റ് സെയിം ആസ് എ പ്ലസ് സി ഉണ്ടാവും. പിന്നെ എന്താ ഉണ്ടാവുക?
മൈനസ് ഐ ബി മൈനസ് ഐ ഡി അതെന്തുണ്ടാവും എ പ്ലസ് സി മൈനസ് ഐ പുറത്തേക്ക് എടുത്താൽ ബി പ്ലസ് ഡി ബോത്ത് ആർ സെയിം. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. സോ എന്താ കൺക്ലൂഡ് ചെയ്യുന്നത്? എന്ന് കൺക്ലൂഡ് ചെയ്യുന്നത് എത്രയാണ്? There are for two complex numbers for two complex numbers for okay for two complex numbers z1 and z2, z1 plus z2 conjugate is same as z1 conjugate plus z2 conjugate. രണ്ടെണ്ണത്തിൻ്റെ സമ്മിൻ്റെ കോൺജുഗേറ്റ് സെയിം ആസ് കോൺജുഗേറ്റ് ഓഫ് ദ സം. പേടിക്കേണ്ട, തെറ്റിദ്ധരിക്കേണ്ട, കണ്ട് അത് വളരെ ലളിതമാണ്. ആ പറയുന്ന ഒന്നുകൂടി ശ്രദ്ധിച്ചേക്കുക. ഇവിടെ സമ്മിൻ്റെ കോൺജുഗേറ്റ് സെയിം ആസ് കോൺജുഗേറ്റിൻ്റെ സമ്മ്. ഒന്നുകൂടി പറയാം, സമ്മിൻ്റെ കോൺജുഗേറ്റ് ഓഫ് ദ സം ഓഫ് ടു കോംപ്ലക്സ് നമ്പേഴ്സ് സെയിം ആസ് സം ഓഫ് ദ കോൺജുഗേറ്റ് ഓഫ് ടു കോംപ്ലക്സ്. രണ്ടെണ്ണത്തിൻ്റെ സമ്മിൻ്റെ രണ്ടെണ്ണത്തിൻ്റെ ആഡ് ചെയ്തിട്ടുള്ള കോൺജുഗേറ്റ് എന്ന് പറയുന്നത് രണ്ട് കോൺജുഗേറ്റുകൾ ആഡ് ചെയ്താൽ മതി എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഓക്കെ, ഫൈൻ. ഓക്കെ, ഓക്കെ. അടുത്തത് ഇതേപോലെ തന്നെ z1 മൈനസ് z2 കോൺജുഗേറ്റും ഇതേപോലെ ചെയ്ത് നോക്കിയാൽ സെയിം ആസ് z1 കോൺജുഗേറ്റ് മൈനസ് z2 കോൺജുഗേറ്റ്. ഓക്കെ, ഇതാണ് ഇവിടെ ഒന്നിച്ച് പറഞ്ഞിട്ടുണ്ടാവും. ഇവിടെ z1 കോൺജുഗേറ്റ് പ്ലസ് ഓർ മൈനസ് ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് അത് z1 പ്ലസ് z2 കോൺജുഗേറ്റ് സെയിം ആസ് z1 കോൺജുഗേറ്റ് പ്ലസ് z2. അതേപോലെ മൈനസ് z1 മൈനസ് രണ്ട് കാര്യം കൂടി ഒന്നിച്ച് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, ഇനി മൂന്നാമത്തെ കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ അതിൽ പറയാം. ഇവിടെ കാര്യം വേണ്ട. z1 പ്ലസ് z പ്ലസ് z കോൺജുഗേറ്റ് ഇസ് 2 ടൈംസ് ആർ ഇ സെഡ്. എന്താ ഈ ആർ ഇ സെഡ് എന്നൊക്കെ നോക്കാം. പ്രോപ്പർട്ടി ഒന്ന് പറഞ്ഞു പോകാം. ഓക്കെ, പ്രോപ്പർട്ടികൾ പറഞ്ഞു പോകാം. Z is a complex number. Okay, that is a plus ib. Z dash എന്താണ്? a minus ib. Z plus z dash എന്താണ്? a plus ib. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. a minus ib. ഇതിൽ എന്തെങ്കിലും ക്യാൻസലേഷൻ ഉണ്ടോ? ഒരു ക്യാൻസലേഷൻ എന്താണ്? പ്ലസ് ib മൈനസ് ib. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ടൈംസ് എ. ഈ എ എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് നമ്പർ എന്താണ്? എ ഇസ് നത്തിങ് ബട്ട് റിയൽ പാർട്ട് ഓഫ് സെഡ് എന്നുള്ള തുടക്കത്തിൽ ഡെഫിനിഷനിൽ പറഞ്ഞത്. സോ ദാറ്റ് മീൻസ് ഈക്വൽ ടു 2 ടൈംസ് റിയൽ പാർട്ട് ഓഫ് സെഡ് ആർ ഇ സെഡ്. അതേപോലെ നമുക്കിത് സബ്ട്രാക്ട് ചെയ്ത് നോക്കാം. സെഡ് മൈനസ് സെഡ് കോൺജുഗേറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? എ പ്ലസ് ഐ ബി മൈനസ് എ മൈനസ് ഐ ബി. ദാറ്റ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി മൈനസ് എ പ്ലസ് ഐ ബി. എയും എയും ക്യാൻസലായി. 2 ടൈംസ് ഐ ബി ഓർ 2 ടൈംസ് എന്താ? ഇമാജിനറി പാർട്ട് ഓഫ് സെഡ്. ഇവിടെ പറയുന്നുണ്ടോ 2 ടൈംസ് ഐ എം ഓഫ് സെഡ്. ഐ എം ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഇമാജിനറി 2 ഐ ബി 2 ടൈംസ് ഇമാജിനറി പാർട്ട് ഓഫ് സെഡ്. 2 ടൈംസ് ഇമാജിനറി പാർട്ട്. ഇനി ഒന്നുകൂടി ഉണ്ട് ഇതിൻ്റെ അകത്ത്. സോ സെഡ് മൈനസ് സെഡ് കോൺജുഗേറ്റ് ഇവിടെ പറയാം. സെഡ് മൈനസ് സെഡ് കോൺജുഗേറ്റ് ഇസ് ഈക്വൽ ടു 2 ടൈംസ് ഇമാജിനറി പാർട്ട് ഓഫ് സെഡ്. ഇനി ഒന്നുകൂടി ഉണ്ട് ഇതിൽ. സപ്പോസ് സെഡും സെഡ് ഡാഷും തുല്യമായാലും അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം എന്താ? അങ്ങനെ തുല്യമാവുമോ നോക്കാം. ഇഫ് എ പ്ലസ് ഐ ബി ഈക്വൽ ടു എ മൈനസ് ഐ ബി. അതെന്താപ്പാ? അങ്ങനെയാണെങ്കിൽ ഒരു സാധാരണ ഒരു എക്സ്പ്രഷൻ എടുത്ത് ഓൾജിബ്രൈക്ക് എക്സ്പ്രഷൻ എടുത്തു കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തും തുല്യമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയാം. സോ എയും പോയി. ഐ ബി ഈസ് ഈക്വൽ ടു മൈനസ് ഐ ബി. ഈ ഐ ബി ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഐ ബി പ്ലസ് ഐ ബി ഈക്വൽ ടു 0 എന്ന് കിട്ടും. ദാറ്റ് ഇസ് 2 ഐ ബി ഈക്വൽ ടു 0. 2 ഐ ബി ഈക്വൽ ടു 0. ഏതായാലും 2 0 അല്ല, ഐയും 0 അല്ല. ദിസ് സിംപ്ലൈസ് 2 ഇസ് നോട്ട് ഈക്വൽ ടു 0. ഐയും 0 അല്ല, ഐ ഇമാജിനറി നമ്പറാണ്. അതിൻ്റെ അർത്ഥം എന്താ? പിന്നെന്താ? ബി ഈസ് ഈക്വൽ ടു 0.
എന്ന് പറഞ്ഞാൽ ഇമാജിനറി പാർട്ട് ഓഫ് z is equal to 0 എന്നാണ് പറഞ്ഞിരുന്നത്. z ഈക്വൽ ടു z കോൺജുഗേറ്റ് ആയിക്കഴിഞ്ഞാൽ ഒരു കോംപ്ലക്സ് നമ്പർ അതിൻ്റെ കോൺജുഗേറ്റിന് തുല്യമായി കഴിഞ്ഞാൽ ഇമാജിനറി പാർട്ട് 0 ആണ്. ഇമാജിനറി പാർട്ട് അങ്ങനെ കോംപ്ലക്സ് നമ്പർ ഉണ്ട്. ഇമാജിനറി പാർട്ട് 0, യെസ് 0 2 പ്ലസ് 0i അല്ലെങ്കിൽ 5 പ്ലസ് 0i മൈനസ് 3 പ്ലസ് 0i ഇമാജിനറി പാർട്ട് 0. ദാറ്റ് മീൻസ് z is purely റിയൽ എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ z is equal to z കോൺജുഗേറ്റ് ആയി കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം പറയുന്നത്? z is equal to z കോൺജുഗേറ്റ്. z is equal to z conjugate implies b equal to 0. അതിൻ്റെ അർത്ഥം എന്താ? z is purely റിയൽ, മുഴുവൻ റിയൽ ആയിട്ടുള്ളൊരു സാധനം. അതായത് z is equal to 3, 4 അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ √3 മുഴുവനായിട്ടും റിയലാണ്. ഇനി അടുത്ത ഇതേപോലെ ഒന്നും കൂടി ഉണ്ട്. z is equal to മൈനസ് z കോൺജുഗേറ്റ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇഫ് z is equal to അങ്ങനെ ആയാലോ ഉണ്ടാവുമോ നോക്കാം. a plus ib is equal to minus of a minus ib, that is equal to minus a plus ib. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? എന്താ ക്യാൻസലായി പോവുക? ഇവിടെ ക്യാൻസലായി പോവുക, ഐബിയും ക്യാൻസലാവും. ദാറ്റ് മീൻസ് വാട്ട് റിമെയിൻസ്? a ഈക്വൽ ടു മൈനസ് എ, ഓർ ഇതിങ്ങോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ 2a ഈക്വൽ ടു 0 ഓർ a ഈക്വൽ ടു 0. 2 is not equal to 0. രണ്ടെണ്ണത്തിൻ്റെ പ്രോഡക്റ്റ് 0 ആണ്, അതിൽ 2 0 അല്ല. അതിൻ്റെ അർത്ഥം എന്താ? പിന്നെ a 0 ആണ്. അങ്ങനെ ആയാലും എന്താ? റിയൽ പാർട്ട് 0, റിയൽ പാർട്ട് ഓഫ് z is equal to 0. ദാറ്റ് മീൻസ് z is purely ഇമാജിനറി. ഇമാജിനറി എന്ന് പറഞ്ഞാൽ z എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു നമ്പറാണ്. ഇങ്ങനത്തെ നമ്പർ -3i അല്ലെങ്കിൽ i അല്ലെങ്കിൽ -√3i ഇമാജിനറി പാർട്ട് മാത്രമേ ഉള്ളൂ. അപ്പം ഇതോടൊപ്പം നമുക്ക് ഒരു കാര്യം കൂടി എഴുതി ചേർക്കാൻ പറ്റും. എന്താണ്? z is equal to z കോൺജുഗേറ്റ് ആയിക്കഴിഞ്ഞാൽ implies a equal to 0 and z is what? Purely imaginary. It's purely imaginary എന്ന് എഴുതി ചേർക്കാൻ പറ്റും. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്രയാണ് നമ്മൾ പ്രോപ്പർട്ടിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. ഞാനിവിടെ ഒന്നും കൂടി അത് ലിസ്റ്റ് ചെയ്ത് തരാം. z കോൺജുഗേറ്റ് ഹോൾ കോൺജുഗേറ്റ്, ഇവിടെ ഒരു ഭാഗം മിസ്സാണ്. എന്താണ് z കോൺജുഗേറ്റ് ഹോൾ കോൺജുഗേറ്റ്? ദാറ്റ് ഇസ് സെയിം ആസ് z. z പ്ലസ് z കോൺജുഗേറ്റ് ഇസ് 2 times റിയൽ z, z മൈനസ് z 2 times ഇമാജിനറി z. z is equal to z കോൺജുഗേറ്റ് ആയിക്കഴിഞ്ഞാൽ z ആ കോംപ്ലക്സ് നമ്പർ പ്യുവർലി റിയൽ ആണ്. അല്ലെങ്കിൽ ഇത് z പ്ലസ് z കോൺജുഗേറ്റ് ഇസ് ഈക്വൽ ടു 0. അതാണിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതിന് മറ്റൊരു രൂപം. ഏതാണ്? z is equal to, ഇവിടെ ഒരു കാര്യം വിട്ടുപോയി, മൈനസ് ഉണ്ട്, മൈനസ് z കോൺജുഗേറ്റ് ഇവിടെ എഴുതി. z is equal to മൈനസ് z കോൺജുഗേറ്റ്, ഓർ അതിൻ്റെ അർത്ഥം z പ്ലസ് z കോൺജുഗേറ്റ് ഇസ് ഈക്വൽ ടു 0. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത്, ഇതിൽ ഓർക്കേണ്ട കാര്യം ഇത് രണ്ടെണ്ണമാണ്. അതാണ് ഒന്ന് ഇത്, രണ്ടാമത് കാര്യമായിട്ടും ഇതാണ്. z കോൺജുഗേറ്റ് z1 പ്ലസ് z2 കോൺജുഗേറ്റ് സെയിം ആസ് z1 കോൺജുഗേറ്റ് പ്ലസ് z2. അത് ഈ ആദ്യത്തതും അവസാനത്തും കൃത്യമായി ഓർത്ത് വെക്കുക പ്രോബ്ലം ചെയ്യുമ്പം. ഇനി ഒരു കാര്യം കൂടി നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. z is equal to a plus ib ആണെങ്കിൽ മോഡുലസ് ഓഫ് z ഡിനോട്ടഡ് ബൈ, അതിന് എഴുതുന്ന രീതി ഇങ്ങനെയാണ്. മോഡുലസ് ഓഫ് z നമ്മൾ അബ്സല്യൂട്ട് വാല്യൂ ഒക്കെ എഴുതുന്നവർ -3, mod 3 എന്നൊക്കെ, mod x എന്നൊക്കെ പറയില്ലേ, അതേപോലെ തന്നെ mod z. ആൻഡ് ഇറ്റ്സ് ഡിഫൈൻഡ് ആസ് സ്ക്വയർ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, പോസിറ്റീവ് സ്ക്വയർ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇതിന് ജോമെട്രിക്കൽ മീനിങ് ഉണ്ട്, പലതരത്തിൽ അതിനെ കാണാം, പല രീതിയിൽ അതിനെ കാണാൻ സാധിക്കും. അപ്പം നമുക്കതൊന്നും വേണ്ട. ഇപ്പോൾ mod z is equal to root of a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഉദാഹരണം എടുക്കാം. എക്സാമ്പിൾ, z is equal to 2 പ്ലസ് അല്ലെങ്കിൽ 3 പ്ലസ് 4i. mod z is equal to 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ. എത്രയായിരിക്കും? 9, 16, 25, 5. ഞാൻ പൈത്തഗോറസ് ട്രിപ്പിൾ എടുത്തെടുത്താൽ z is equal to -1 മൈനസ് i. അതെന്ത് കോംപ്ലക്സ് നമ്പറാണ്? -1 മൈനസ് i. അത് ആ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതാം. -1 പ്ലസ് -1 ഇൻറ്റു i. എൻ്റെ സ്ഥാനത്ത് എന്താ? -1. ബിൻ്റെ സ്ഥാനത്ത് എന്താ? അതും -1. മോഡുലസ് ഓഫ് z is equal to root of -1 ഹോൾ സ്ക്വയർ പ്ലസ് -1 ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് √2. ഓക്കെ, √2. ഇനി z is equal to -2 √2 plus √3i. mod z is equal to root of -√2 whole square
plus root 3 whole square, that is equal to 2 plus 3, that is equal to root 5. Okay, clear ആണല്ലോ. Z is equal to 1 by 2i plus 1 or minus 1 by 2 plus 1 by 2i. Mod Z is equal to root of minus 1 by 2 whole square plus 1 by 2 whole square, that is equal to 1 by 4 plus 1 by 4, that is equal to root of 1 by 2 or 1 by root 2, that is the modulus. ഇനി മോഡുലസുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ, പ്രോപ്പർട്ടീസ് ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ. Z is equal to a plus ib. What is Z conjugate? Sorry, Z conjugate. Z conjugate a minus ib ആയിരിക്കും. What is modulus of Z? That is root of a square plus b square. What about ഇതിൻ്റെ മോഡുലസ് എന്താണ്? ഈ കോൺജുഗേറ്റിൻ്റെ മോഡുലസ് അതും ദാറ്റ് ഇസ് സെയിം ആസ് എ സ്ക്വയർ പ്ലസ് മൈനസ് എന്ന് ഇവിടെ എഴുതി വെക്കരുത്, കാരണം ഇതിനെ മാറ്റി എഴുതുമ്പം എങ്ങനെ എഴുതാം? എ പ്ലസ് ഐ ഇൻറ്റു മൈനസ് ബി എന്ന് എഴുതാം. ഓക്കെ, അപ്പം മൈനസ് ബി ഹോൾ സ്ക്വയർ ദാറ്റ് ഇസ് സെയിം ആസ് എന്താണ്? സെയിം ആസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ദാറ്റ് ഇസ് സെയിം ആസ് മോഡ് സെഡ്. അതിൻ്റെ അർത്ഥം മോഡ് സെഡ് ഇസ് സെയിം ആസ് മോഡ് സെഡ് ഡാഷ്. ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസും അതിൻ്റെ കോൺജുഗേറ്റിൻ്റെ മോഡുലസും ഒന്ന് തന്നെയാണ്, ഒരേ സാധനമാണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റ്, വാട്ട് ഇസ് Z ഇൻറ്റു Z കോൺജുഗേറ്റ്. വളരെ പ്രധാനപ്പെട്ട ഒരു റിസൾട്ടാണിത്, വളരെ പ്രധാനപ്പെട്ട റിസൾട്ട്. അടുത്ത വർഷം യൂസ് ചെയ്യും, എൻട്രൻസിനൊക്കെ പോകുന്ന ആൾക്കാർ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓക്കെ, ദിസ് ഇസ് സെയിം ആസ് മോഡ് Z സ്ക്വയർ. അങ്ങനെ ഉണ്ടോ? നോക്കാം എന്താ. Z ഇൻറ്റു Z കോൺജുഗേറ്റ്. ലെറ്റ് us കൺസിഡർ കോംപ്ലക്സ് നമ്പർ Z is equal to a plus ib. അങ്ങനെയാണെങ്കിൽ മോഡ് Z എന്താ? സംശയമൊന്നുമില്ല, a is root of a square plus b square. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ മോഡ് സെഡിൻ്റെ സ്ക്വയർ, അതിൻ്റെ സ്ക്വയർ എന്താ? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അതവിടെ നിൽക്കട്ടെ. വാട്ട് അബൌട്ട് Z കോൺജുഗേറ്റ്? എ മൈനസ് ഐ ബി. ഇനി Z ഇൻറ്റു Z കോൺജുഗേറ്റ് ഒന്ന് കണ്ടു നോക്കാം. എന്താണ്? എ പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബി, ദാറ്റ് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ഐ ബി ഹോൾ സ്ക്വയർ. എ പ്ലസ് ബി എ മൈനസ് ബി, ആൾജിബ്രൈക് ഐഡൻറ്റിറ്റി. എ സ്ക്വയർ മൈനസ് I square b square, that is equal to a square plus 1, that is b, a square plus b square, same as ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ എന്താ കൺക്ലൂഷൻ? Z ഇൻറ്റു Z ഡാഷ് ഈസ് ഈക്വൽ ടു മോഡ് Z സ്ക്വയർ. വളരെ പ്രാധാന്യമേറിയ ഒരു റിസൾട്ടാണ്, വളരെ പ്രധാനപ്പെട്ട റിസൾട്ടാണ്, മറന്നു പോകരുത്. Z ഇൻറ്റു Z ഡാഷ് ഈസ് ഈക്വൽ ടു മോഡ് Z സ്ക്വയർ. ഇനി അതേപോലെ അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങളും കൂടി ഉണ്ട്, ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രൂഫിലേക്കൊന്നും പോകുന്നില്ല. പ്രൂഫ് നമ്മൾ നേരത്തെ എഴുതി. Z1 പ്ലസ് Z2 കോൺജുഗേറ്റ് ഈസ് ഈക്വൽ ടു Z1 പ്ലസ് Z2 കോൺജുഗേറ്റ്. ഓർക്കുന്നുണ്ടല്ലോ? യെസ്. എന്താ? മൈനസ്. പക്ഷേ ഒരിക്കലും ഓക്കെ. ഇനി Z1 നമുക്ക് ഓർക്കേണ്ട കാര്യം, Z1 പ്ലസ് Z2 മോഡുലസ് ആണോ? ഇങ്ങനെ ഒരിക്കലും എഴുതരുത്. ഇതിവിടെ റിസൾട്ടിൽ തന്നിട്ടില്ല, ഞാനത് പറഞ്ഞു എന്ന് മാത്രം. അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഉണ്ടോ? ഇവിടെ പറഞ്ഞ എഡീഷൻ, പറഞ്ഞ സബ്ട്രാക്ഷൻ ഇവിടെ പറഞ്ഞിട്ടില്ല. അതിന് ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഇങ്ങനെയൊരു റിസൾട്ട് ഇല്ല. കണ്ടീഷൻസ് അപ്ലൈ, ദർ ആർ കണ്ടീഷൻസ് ടു അപ്ലൈ. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ഞാനിങ്ങനൊരു സാധനം എഴുതിയിട്ടില്ല. ഓക്കെ, ബി കെയർഫുൾ. ഇങ്ങനെ എഴുതിയിട്ടില്ല കേട്ടോ. എന്താണ്? Z1 മോഡുലസ് ഓഫ് Z1 പ്ലസ് Z2 ഈസ് ഈക്വൽ. കോൺജുഗേറ്റിന് എഴുതിയിട്ടുണ്ട്, മറന്നു പോകരുത്. കോൺജുഗേറ്റിന് വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇവിടെ മോഡുലസിൻ്റെ കാര്യം പറയുന്നില്ല. വേറാസ് മൾട്ടിപ്ലിക്കേഷൻ, ഇതാണ് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങൾ. വളരെ സിമ്പിളായിട്ട് പ്രൂഫ് എഴുതാം, കുറച്ച് സമയം പോകുന്നു മാത്രം, അതിൻ്റെ ആവശ്യമില്ല. മോഡുലസ് ഓഫ് Z1 ഇൻറ്റു Z2, രണ്ട് കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ് സെയിം ആസ് ആദ്യത്തെ ഇൻറ്റു രണ്ടാമത്തെ. അതേപോലെ തന്നെ രണ്ട് കോംപ്ലക്സ്, അതായത് Z1 ബൈ Z2ൻ്റെ
മോഡുലസ് എന്ന് പറയുന്നത് മോഡ് Z1 ബൈ മോഡ് Z2. ഓക്കെ, ഇതേപോലെ നമുക്ക് മറ്റൊരു കാര്യം എഴുതാം. എന്താണ്? Z1 ഇൻറ്റു Z2 കോൺജുഗേറ്റ്. അവിടെ തന്നിട്ടില്ല. Z1 കോൺജുഗേറ്റ് ഇൻറ്റു Z2 കോൺജുഗേറ്റ്. നമ്മൾ എഡിഷൻ എഴുതി, അത് കഴിഞ്ഞിട്ട് ഒന്നിച്ച് എഴുതാം. Z1 കോൺജുഗേറ്റ്, Z1 ബൈ Z2 കോൺജുഗേറ്റ്, Z1 by Z2 whole conjugate is same as Z1 conjugate by Z2 conjugate. അപ്പോൾ ഒന്നിച്ച് ഞാനതങ്ങ് പറയാം ഇവിടെ. ഓക്കെ, അതായത് Z1 Z dash Z conjugate whole conjugate is same as Z. Z plus Z dash and the 2 times real Z. Z minus Z dash 2 times imaginary Z. ഇതേപോലെ തന്നെ ഇവിടെ നമുക്ക് എന്താ എഴുതാം? Z1 into Z2 conjugate is same as Z1 conjugate into Z2 conjugate. അതേപോലെ Z1 by Z2 whole conjugate is equal to Z1 conjugate by Z2 conjugate. ഇതിനോട് ചേർത്താൽ മതി. ഇനി മോഡുലസ് എന്താ? മോഡ് Z. ഇത് മാത്രമാണ് മോഡുലസിന് എഴുതാത്തത്, അത്ര ഓർത്താൽ മതി. Z മോഡ് Z is same as mod Z dash. Z into Z dash mod Z square. രണ്ട് പ്രൊഡക്റ്റിൻ്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ മോഡുലസ് ഇൻറ്റു രണ്ടാമത്തെ മോഡുലസ്. കോഷ്യൻ്റിൻ്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ബൈ രണ്ടാമത്തത്. അപ്പം ഇതാണ് കാര്യങ്ങൾ. 1-2 എക്സാമ്പിൾസ് തരാം അതിൻ്റെ. ഒന്ന് രണ്ട് എക്സാമ്പിൾസ് തരാം. ഇതാണ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ രത്ന ചുരുക്കം. ഇത് അതേപോലെ ഉപയോഗിക്കണമെന്നില്ല. Z1 ഇൻറ്റു Z2 ഹോൾ കോൺജുഗേറ്റ് is same as Z1 കോൺജുഗേറ്റ് ഇൻറ്റു Z2 കോൺജുഗേറ്റ്. അതായത് A പ്ലസ് ഐ ബി ഇൻറ്റു സി പ്ലസ് ഐ ഡിൻ്റെ ഹോൾ കോൺജുഗേറ്റ് is same as A പ്ലസ് ഐ ഡി കോൺജുഗേറ്റ് ഇൻറ്റു സി പ്ലസ് ഐ ഡി കോൺജുഗേറ്റ്. ഇതേപോലെ കോഷ്യൻ്റിൻ്റെയും A പ്ലസ് ഐ ബി ബൈ സി പ്ലസ് ഐ ഡി whole conjugate is same as മുകളിലത്തെ കോൺജുഗേറ്റ് ഡിവൈഡ് ബൈ താഴത്തെ കോൺജുഗേറ്റ്. ഇവിടെ അതിൻ്റെ കാര്യം വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം. ഇനി Z ഇൻറ്റു Z ഡാഷ് ഇസ് ഈക്വൽ ടു മോഡ് Z സ്ക്വയർ എന്നാണ് പറഞ്ഞത്. അത് വേണമെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. Z ഇസ് ഈക്വൽ ടു 3 പ്ലസ് 4i. Z ഡാഷ് എത്രയാണ്? 3 മൈനസ് 4i. Z ഇൻറ്റു Z ഡാഷ് ദാറ്റ് ഇസ് ഈക്വൽ ടു 3 പ്ലസ് 4i ഇൻറ്റു 3 മൈനസ് 4i. That is equal to 3 square minus 4i whole square, that is 9 plus 16, that is 25. Mod Z എത്രയാ? root of 3 square plus 4 square, that is equal to 5. This is 25 എന്ന് പറഞ്ഞാൽ എന്താ? 5 square, that is same as mod Z square. ഇതാണ് ആ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇനി ഇതുമായി ബന്ധപ്പെട്ട 1-2 ചോദ്യങ്ങളും നമുക്ക് ചെയ്തു നോക്കാം. ഇവിടെ നമ്മൾ മാറ്റിവെച്ച ചോദ്യങ്ങളുണ്ട്. Find the modulus and conjugate of the following. Find the modulus and conjugate of the following. ഇത് 2 തരത്തിൽ ചെയ്യാം. ഇത് 2 തരത്തിൽ ചെയ്യാം. Find the modulus and conjugate. 1 2 തരത്തിൽ ഇതിനെ ചെയ്യാം. 2 തരം ഞാൻ പറഞ്ഞു തരാം. ഏതാണ് എളുപ്പം അതിനനുസരിച്ച് ചെയ്യാം. 1 സാധാരണഗതിയിൽ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിന് ഏത് കിട്ടിക്കഴിഞ്ഞാലും നമ്മളത് ആദ്യം സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് A പ്ലസ് ഐ ബി ഫോമിലേക്ക് കാണും. ഇതിൻ്റെ മോഡുലസ് ആണ്. ലെറ്റ് Z ഇസ് ഈക്വൽ ടു ദിസ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? മോഡ് Z ആണ്. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന ചോദ്യത്തിന് ആദ്യം സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് എഴുതാം. സ്റ്റാൻഡേർഡ് ഫോമിൽ ഇങ്ങനെ ഡിനോമിനേറ്ററുള്ള കേസിൽ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് എഴുതാൻ എന്ത് ചെയ്യും? വി മൾട്ടിപ്ലൈ ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ എന്താ? ഡിനോമിനേറ്ററിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് ഇതിൻ്റെ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എന്തുണ്ടായേ? This is 1 minus I whole square divided by A plus B, A plus B, A minus B, A square minus B square, that is equal to 1 minus A minus B whole square ആണ് A square minus 2AB plus B square divided by 1
I square minus I square minus 1 minus I square a minus of minus 1 that is equal to 1 minus 2i I square എന്തായി മാറും minus 1 ആയി മാറും divide by 1 plus 1 2 ഇവിടെ എന്താ ഇവിടെ ഒരു cancellation ഉണ്ട് 1ഉം 1ഉം പോകും minus 2i divide by 2 that is equal to 2 ഉം 2ഉം പോകും minus i അത് കോംപ്ലക്സ് നമ്പർ ഏത് ഫോമാറ്റിൽ 0 പ്ലസ് മൈനസ് i ഇതാണ് ആ കോംപ്ലക്സ് നമ്പർ മോഡ് z കണ്ടുപിടിക്കാനാണ് ആവശ്യപ്പെട്ടുള്ളത് എൻ്റെ മോഡുലസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് മോഡുലസും കോൺജുഗേറ്റ് ഉണ്ടോ മോഡുലസ് ആൻഡ് കോൺജുഗേറ്റ് അപ്പം ആദ്യം മോഡുലസ് എന്താ റൂട്ട് ഓഫ് 0 സ്ക്വയർ പ്ലസ് ഇതിനാദ്യം സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് 0 പ്ലസ് i ഇൻറ്റു മൈനസ് 1 ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 ദാറ്റ് ഈസ് 1 അതാണ് അതിൻ്റെ മോഡുലസ് ഇനി z is equal to 0 മൈനസ് i എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇവിടെ 0 മൈനസ് i അങ്ങനെയാണ് അതിൻ്റെ കോൺജുഗേറ്റ് എന്താ 0 പ്ലസ് i ഓർ ഇറ്റ് ഈസ് ഈക്വൽ ടു i ഇതാണ് അതിൻ്റെ കോൺജുഗേറ്റ് അപ്പോൾ മോഡുലസും കോൺജുഗേറ്റുമായി ഇനി ഇതിനെ മറ്റൊരു രൂപത്തിൽ ചെയ്യാം അത് കഴിഞ്ഞിട്ട് പറയാം അടുത്ത ചോദ്യം രണ്ടാമത്തെ ചോദ്യം എന്താണ് രണ്ടാമത്തെ ചോദ്യം 1 plus i whole square divided by 3 minus i 1 plus i whole square divided by 3 minus i ഇതിനെ ആദ്യം സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൊണ്ടുവരാം സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൊണ്ടുവരാം z is equal to 1 plus i whole square divided by 3 minus i that is 1 plus 2i plus i square divided by 3 minus i square എന്താണ് മൈനസ് 1 അപ്പോൾ അതുകൊണ്ട് അത് രണ്ടും ക്യാൻസലായി പ്ലസ് 1 മൈനസ് 1 ക്യാൻസലായി this is equal to 2i divided by 3 minus i സ്റ്റാൻഡേർഡ് ഫോമിലാണോ അല്ല ഡിനോമിനേറ്റർ അവിടെ കിടക്കുന്നുണ്ട് അതുകൊണ്ട് എന്തുണ്ടാവും മൾട്ടിപ്ലൈയിങ് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ എന്താണ് മൾട്ടിപ്ലൈ ചെയ്യണം മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് നമുക്ക് കോൺജുഗേറ്റിനെ കൊണ്ട് ഇതിൻ്റെ കോൺജുഗേറ്റ് എന്താ 3 പ്ലസ് i ഇതിൻ്റെ കോൺജുഗേറ്റ് അതേ എന്തുകൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അതേ കൊണ്ട് ന്യൂമറേറ്ററും multiply numerator and denominator by the conjugate of the denominator. That is equal to the 3 to 6i plus 2i square divided by 3 square minus i square that is equal to 6i plus 2 into minus 1 divided by 9 plus 1 minus i square plus 1 that is equal to 6i minus 2 divided by 10 or ഇതിനെങ്ങനെ എഴുതാം 6i by 10 minus 2 by 10 അല്ലെങ്കിൽ ആദ്യം റിയൽ പാർട്ട് എഴുതണം minus 2 by 10 plus 6i by 10 ചുരുക്കി എഴുതാം എങ്ങനെ ചുരുക്കി എഴുതാം that is minus 1 by 5 plus 3 by 5i minus 1 by 5 plus 3 by 5 ഇതാണ് z ആദ്യം തന്നിരിക്കുന്ന ചോദ്യത്തിന് സ്റ്റാൻഡേർഡ് ഫോമിലേക്കാക്കി ഇനി എന്താണ് മോഡുലസ് എന്താ റൂട്ട് ഓഫ് മൈനസ് 1 by 5 ഹോൾ സ്ക്വയർ പ്ലസ് 3 by 5 ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 by 25 പ്ലസ് 9 by 25 ദാറ്റ് ഈസ് ഈക്വൽ റൂട്ട് ഓഫ് 10 by 25 5 will go 2 times 5 will go 5 times root 2 by 5 രണ്ടാമത്തെ ഒരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട് z dash കോൺജുഗേറ്റ് ആണ് ചോദിച്ചത് കോൺജുഗേറ്റ് ഇസ് എന്താ z dash that is equal to minus 1 by 5 plus 3 by 5 iൻ്റെ മൊത്തം കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ minus 1 by 5 minus 3 by 5 i ഇതാണ് ആ ചോദ്യം then we will do some more questions in the same type and then എന്താണ് ഇനി അത് ഇതേ മാതിരിയുള്ള കുറച്ചുകൂടി ചോദ്യങ്ങൾ ചെയ്യാം അതിൽ പറഞ്ഞിട്ടില്ല അതിന് പുറമേ ഉള്ള 1-2 ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ 1-2 അഡീഷണൽ ചോദ്യങ്ങൾ ചെയ്യാം ഒന്നാമത്തെ ചോദ്യം അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഇഫ് എ പ്ലസ് ഐ ബി ഇതൊന്ന് പകർത്തണം is equal to c plus i divided by c minus i prove that a square plus b square equal to 1 ഇതാണ് ചോദ്യം ഇതേ തരത്തിൽ 1-2 ചോദ്യങ്ങൾ ചെയ്യാം ഇത് നോക്കുന്ന സമയത്ത് കുറച്ചൊരു കോംപ്ലിക്കേറ്റ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ അതെന്താണാവോ എങ്ങനെ വരാം
സോ തന്നിരിക്കുന്ന എക്സ്പ്രഷൻ ആദ്യം എഴുതാം. Given that a plus ib equal to c plus I divided by c minus I. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടേക്കിംഗ് കോൺജുഗേറ്റ് ഓൺ ബോത്ത് സൈഡ്സ്. ടേക്കിംഗ് കോൺജുഗേറ്റ്സ് ഓൺ ബോത്ത് സൈഡ്സ്. അതിന് മുന്നേ ഇതിനെ ഒന്ന് എന്ന് വിളിക്കാം. ഒന്നാമത്തെ എക്സ്പ്രഷൻ വിളിക്കാം. രണ്ട് ഭാഗത്തും കോൺജുഗേറ്റ് എടുക്കാം. ഇവിടേക്ക് എഴുതാൻ പോവാണ്. ടേക്കിംഗ് കോൺജുഗേറ്റ് ഓൺ ബോത്ത് സൈഡ്സ്. എ പ്ലസ് ഐ ബി കോൺജുഗേറ്റ് is equal to c plus I divided by c minus I whole conjugate. ഇതിൻ്റെ കോൺജുഗേറ്റ് നമുക്കറിയാം. ദിസ് ഇസ് എ മൈനസ് ഐ ബി. ഇതിൻ്റെ കോൺജുഗേറ്റ് എങ്ങനെയാണ്? അതായത് നമ്മൾ നേരത്തെ പഠിച്ചത് Z1 by Z2 ഹോൾ കോൺജുഗേറ്റ് ഇസ് ഈക്വൽ ടു, നേരത്തെ പ്രോപ്പർട്ടിയിൽ പറഞ്ഞിരുന്നു, ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് മുകളിൽ. Z1 by Z2 whole conjugate, Z1 conjugate by Z2 conjugate, numerator conjugate by denominator conjugate. That is equal to C minus I divided by ഇതിൻ്റെ കോൺജുഗേറ്റ്. അങ്ങനെ തന്നെ എഴുതാൻ ഞാൻ. ന്യൂമറേറ്ററിലെ കോൺജുഗേറ്റ് ബൈ ഡിനോമിനേറ്ററിൻ്റെ കോൺജുഗേറ്റ്. ക്ലിയർ അല്ലേ? Z1 by Z2 whole conjugate is equal to Z1 conjugate by Z2 conjugate. അപ്പോൾ ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ അതെന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു C minus I divided by C plus I. So that is അതെടുത്ത് എഴുതാം. A minus IB is equal to C minus I divided by C plus I. റിലേഷൻ നമ്പർ 2. ഇനി എന്താണ്? ഇവിടെ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ വരണം. അപ്പോൾ അതുകൊണ്ട് മൾട്ടിപ്ലൈങ് ഒന്നാമത്തെ റിലേഷൻ ഇൻറ്റു രണ്ട്, മൾട്ടിപ്ലൈങ് ഫസ്റ്റ് റിലേഷൻ ആൻഡ് സെക്കൻഡ് റിലേഷൻ. ദാറ്റ് ഇസ് എ പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബി ഇസ് ഈക്വൽ ടു സി പ്ലസ് ഐ ഡിവൈഡ് ബൈ സി മൈനസ് ഐ into C minus I divided by C plus I. ഇതാണ് തന്നിരിക്കുന്നത്. രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ ഇത് തമ്മിൽ ക്യാൻസൽ ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും, അല്ലെങ്കിൽ ഇവിടെ എന്താ ഉണ്ടാവുക നോക്കാം ആദ്യം. എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എ സ്ക്വയർ മൈനസ് ഐ ബി സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ എന്താ സി സ്ക്വയർ മൈനസ് ഐ സ്ക്വയർ ഡിവൈഡ് ബൈ ഇവിടെയും സി സ്ക്വയർ മൈനസ് ഐ സ്ക്വയർ, അല്ലെങ്കിൽ രണ്ടിനെയും ക്യാൻസൽ ചെയ്തേക്കാം. This is equal to a square minus I square b square ആയിരിക്കും. I square b square, I square b square. ഇതെന്താ? ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ക്യാൻസൽ ആകുമ്പോൾ ഉണ്ടാവും. This is a square plus b square is equal to 1. ചോദ്യം. ഓക്കെ, ഇതേപോലെ ഒരു ചോദ്യം കൂടി. Question number 2. If a plus I whole square divided by 2a minus I equal to p plus I into q, prove that p square plus q square is equal to a square plus 1 whole square divided by 4a square plus 1. 4a square plus 1 ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. പി പ്ലസ് ഐ ക്യൂ ഉണ്ട്, പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ. ഇവിടെ എ പ്ലസ് ഐ ബി തന്നിട്ടുണ്ടായിരുന്നു, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ അത് കൊണ്ടുവരാൻ എന്തെങ്കിലും കോൺജുഗേറ്റ് കൊണ്ടുവന്നു. എ പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബി, എ പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബി കിട്ടിയപ്പം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. പി പ്ലസ് ക്യൂ ഐ ഇൻറ്റു പി മൈനസ് ക്യൂ ഐ ഉണ്ട്, അപ്പോൾ എന്താ പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ. അപ്പോൾ ഇതുകൊണ്ട് പി പ്ലസ് ക്യൂ ഐ ഇൻറ്റു പി മൈനസ് ഒരു കോൺജുഗേറ്റ് കൊണ്ടുവന്നാൽ ഒരുപക്ഷെ രക്ഷപ്പെടാം. അത് ഞാൻ തിരിച്ചെഴുതാണ്. ഓക്കെ, Q1 p plus I into q is equal to a plus I whole square divided by 2a minus I. Relation number 1. Taking conjugates. Taking conjugates. അപ്പോൾ എന്താ? on both sides. On both sides. ഇവിടെ എന്താ? p plus I into q whole conjugate is equal to a plus I whole square divided by 2a minus I. ഇതിൻ്റെ മൊത്തം കോൺജുഗേറ്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ p മൈനസ് ഐ ഇൻറ്റു ക്യൂ ഇസ് ഈക്വൽ ടു Z1 by Z2 ഹോൾ കോൺജുഗേറ്റ്. അപ്പം ന്യൂമറേറ്ററിൻ്റെ കോൺജുഗേറ്റ്
divided by 2a minus I in the conjugate. That is equal to p minus iq is equal to a minus I whole square divided by ഇതിൻ്റെ conjugate 2a plus I. 2a plus I. 2a plus I. So എന്താണ് p minus I into q is equal to ഇതാണ് a minus I whole square divided by 2a plus I. Relation number 2. നേരത്തെ ചെയ്ത പോലെ 1 into 2. Relation number 1 into 2 എന്താണ്ടാവുക p plus I into q. p minus I into q is equal to a plus I whole square divided by 2a minus I into a minus I whole square divided by 2a plus I. This is equal to ഇത് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ഇവിടെ വെച്ച് വലിയ എക്സ്പാൻഷൻ ഒന്നും വേണ്ട, വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഡിനോമിനേറ്റർ എന്താ 2a minus I into 2a plus I. ഇനി ഇവിടെ എന്താ വരുന്നത്, ഇവിടെ സ്ക്വയർ ചെയ്യാൻ ഞാൻ പോകുന്നില്ല. a minus I a plus I into a minus I whole square. അത് എവിടെ നിന്ന് കിട്ടി? അതായത് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ഉണ്ടെങ്കിൽ എക്സ് വൈ സെയിം ആസ് എക്സ് വൈ ഹോൾ സ്ക്വയർ, എക്സ് സ്ക്വയർ വൈ സ്ക്വയർ എക്സ് വൈ ഹോൾ സ്ക്വയർ. ദിസ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ഐ ഇൻറ്റു എ മൈനസ് എ സ്ക്വയർ മൈനസ് ഐ സ്ക്വയർ whole square divided by 2a whole square minus I square. That is equal to a square plus 1 whole square divided by 4a square plus 1 minus I square plus 1. So that's the proof for that's how we do those two questions. അപ്പം അത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിൽ തന്നിരിക്കുന്ന ചോദ്യങ്ങളിലേക്ക് വരാം. ആദ്യം നമുക്ക് നാലാമത്തെ ചോദ്യം ചെയ്യാം. 4ഉം 5ഉം ചെയ്തതിന് ശേഷം ഇതിലേക്ക് വരാം, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സിലേക്ക് വരാം. ഓക്കെ, നാലാമത്തെ ചോദ്യം. ഇഫ് question number 4. If z1 is equal to 2 minus I, z2 is equal to 1 plus I, find modulus of z1 plus z2 plus 1 divided by z1 minus z2 plus I. കാണുമ്പോൾ വലിയൊരു ചോദ്യമായി തോന്നും. വളരെ ലളിതമായിട്ടുള്ള ചോദ്യമാണ്, സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. എന്തിൻ്റെ മോഡുലസാണ് കാണാൻ പറഞ്ഞത്? ഇതിൻ്റെ മോഡുലസ്. അപ്പോൾ ആദ്യം എന്താണ്, z1 പ്ലസ് z2 പ്ലസ് 1 അറിയണം, z1 മൈനസ് z2 പ്ലസ് ഐയും അറിയണം. സോ വാട്ട് ഇസ് z1 പ്ലസ് z2 പ്ലസ് 1? അതാണ് ആദ്യം ന്യൂമറേറ്ററിൽ ഉള്ള ഭാഗം. ഇതാണ് നമ്മൾ എടുക്കുന്നത്. ആദ്യം എന്താണെന്ന് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു z1 എന്താ 2 മൈനസ് ഐ പ്ലസ് z2 എന്താ 1 plus I plus 1. That is ഐയും ക്യാൻസൽ, 2 1 3 1 4. ഇനി ഡിനോമിനേറ്റർ എന്താ z1 മൈനസ് z2 പ്ലസ് ഐ. ദാറ്റ് ഇസ് z1 മൈനസ് z2 പ്ലസ് ഐ. 2 മൈനസ് ഐ മൈനസ് 1 മൈനസ് ഐ പ്ലസ് ഐ. ഓക്കെ, ഐയും ക്യാൻസൽ, മൈനസ് 1 മൈനസ് ഐ. ഓക്കെ, 2 മൈനസ് 1 1 മൈനസ് ഐ. സോ z1 പ്ലസ് z2 പ്ലസ് 1 ഡിവൈഡ് ബൈ z1 മൈനസ് z2 പ്ലസ് ഐ. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര? 4 ബൈ 1 മൈനസ് ഐ. ഇനി ഇതിൻ്റെ മോഡുലസ് ആണ് കാണുന്നത്. മോഡുലസ് രണ്ട് വിധത്തിൽ കാണാം. ഇത് 4 പ്ലസ് വേണമെങ്കിൽ മാറ്റിയതാം 4 പ്ലസ് 0i ഡിവൈഡ് ബൈ 1 മൈനസ് ഐ. രണ്ട് രീതിയിൽ ഇതിന് ചെയ്യാം. ഇത് ഞാൻ z എന്ന് വിളിക്കുകയാണ്. 4 ഡിവൈഡ് ബൈ 1 മൈനസ് ഐ. ഒന്ന് നമ്മുടെ സാധാരണ രീതി. എന്താ സാധാരണ രീതി? ആദ്യം മോഡുലസോ കോൺജുഗേറ്റോ കണ്ടുപിടിക്കുന്നതിന് മുന്നേ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൊണ്ടുവരണം. എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൊണ്ടുവരാം? സ്റ്റാൻഡേർഡ് ഫോമിൽ ഇങ്ങനെ ഡിനോമിനേറ്ററുള്ള കേസുകൾ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ ദ കോൺജുഗേറ്റ് ഓഫ് ദ ഡിനോമിനേറ്റർ. രണ്ട് രീതി ഞാൻ പറയുന്നുണ്ട്. അടുത്ത രീതി കുറച്ചും കൂടി സിമ്പിളായിരിക്കും. 4 പ്ലസ് 4i divided by 1 square minus I square. That is equal to 4 into 1 plus I divided by 1 plus 1. That is equal to 2 plus 2i. Or 2 to cancel 2 plus 2i. Okay. So z is equal to, അതായത് ഇതിൻ്റെ വാല്യൂ 2 plus 2i ആണ് എന്ന്.
അതായത് മോഡുലസ് ഓഫ് z1 പ്ലസ് z2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ z1 മൈനസ് z2 പ്ലസ് 1 എന്ന് പറയുന്നത് എന്തിൻ്റെ മോഡുലസ് ആണ്? 2 പ്ലസ് 2iൻ്റെ മോഡുലസ് ആണ്. ഓക്കെ, 2 പ്ലസ് 2iൻ്റെ മോഡുലസ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 8 ഓർ 2 റൂട്ട് 2. ഇതാണ് ഒരു രീതി. മറ്റൊരു രീതി ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ എഴുതുന്നുണ്ട്, ശ്രദ്ധിക്കുക. ഓക്കെ, മോഡുലസ് ഓഫ് z1 പ്ലസ് z2 വളരെ എളുപ്പത്തിലുള്ള ഷോർട്ട് കട്ടാണ്. ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എൻട്രൻസിലൊക്കെ ഇതേ ചെയ്യുള്ളൂ, ആ രീതി ഉപയോഗിക്കില്ല. ദിസ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് 4 പ്ലസ് 0i ഡിവൈഡ് ബൈ 1 മൈനസ് i. നേരത്തെ നമ്മളൊരു കാര്യം പഠിച്ചിരുന്നു. എന്താ പഠിച്ചത്? അത് പഠിച്ചു എന്നല്ലാതെ അപ്ലൈ ചെയ്തിട്ടില്ല. മോഡുലസ് ഓഫ് z1 ബൈ z2 ദാറ്റ് ഈസ് ഈക്വൽ ടു ന്യൂമറേറ്ററിൻ്റെ മോഡുലസ് ബൈ ഡിനോമിനേറ്ററിൻ്റെ മോഡുലസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യാം? z1 ബൈ z2, ഇത് z1 ആണ്, ഇത് z2 ആണ്. അതിൻ്റെ മോഡുലസ് എന്ന് പറഞ്ഞത് ആ മോഡുലസ് ഓഫ് z1 ഡിവൈഡ് ബൈ മോഡുലസ് ഓഫ് z2. അപ്പോൾ എന്ത് ചെയ്താൽ മതി? മോഡുലസ് ഓഫ് 4 പ്ലസ് 0i ഡിവൈഡ് ബൈ മോഡുലസ് ഓഫ് 1 മൈനസ് i. ഇതിൻ്റെ മോഡുലസ് എന്താ? 4 സ്ക്വയർ പ്ലസ് 0i, അതര 0 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് ഐൻ്റെ ഐ സ്ക്വയർ എന്ന് എഴുതല്ലേ, 1 മൈനസ് ഐ എന്ന് പറയുന്നത് 1 പ്ലസ് ഐ ഇൻറ്റു മൈനസ് 1, 1 സ്ക്വയർ പ്ലസ് മൈനസ് 1 സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഡിവൈഡഡ് ബൈ root 2, or this is same as 2 root 2. 4 എന്ന് പറയുമ്പോൾ 2 into 2 ഡിവൈഡ് ബൈ റൂട്ട് 2. ഈ റൂട്ടും റൂട്ടും ക്യാൻസൽ ആവും, 2 root 2 സെയിം ആണ്. ഇതാണ് സത്യത്തിൽ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്. ഇതിവിടെ നമുക്ക് നേരത്തെ ഇവിടെ ചോദ്യങ്ങൾ ചെയ്തപ്പോഴും നമുക്കിത് ഉപയോഗിക്കാം. ഞാൻ പറഞ്ഞ രണ്ട് രീതി ചെയ്യാം, നേരത്തെ പറഞ്ഞത് ഓർക്കുന്നുണ്ടോന്നറിയില്ല. ഓക്കെ, ഇതിൻ്റെ മോഡുലസ് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ മോഡുലസ്, ഇതിൻ്റെ മോഡുലസ് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ഫോർമാറ്റിലേക്ക് കൊണ്ടുവന്നിട്ട് അതിന് പകരം എന്ത് ചെയ്യാം? ഇങ്ങനെ ചെയ്താലും മതി. ഇതിൻ്റെ മോഡുലസ് 2iൻ്റെ മോഡുലസ് ഡിവൈഡ് ബൈ 3 മൈനസ് iൻ്റെ മോഡുലസ് ചെയ്താലും മതി. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 0 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. ഇവിടെ ചെയ്തിരിക്കുന്ന അതേ വാല്യൂ കിട്ടും, 2 ബൈ റൂട്ട് 5 കിട്ടും. ഇവിടെ ചെയ്ത് നോക്കിയാൽ മതി. root of 2 divided by 10 by 5, 2 by 5, 4, root 2 by 5, root 2 by 5, root of എവിടെ തെറ്റിയുള്ളത് 9 plus 10, 1 plus 6 plus 1 plus 3, 9, 10 divided by 25. ഇവിടെ ചെറിയൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്. എന്താണ്? ഇങ്ങനെ വരണം റൂട്ട്. നമുക്ക് കറക്റ്റ് ചെയ്തിട്ടോ, നന്നായി ഇത് നമ്മൾ നോക്കിയത്. അതൊന്ന് കറക്റ്റ് ചെയ്യണേ. റൂട്ട് 2 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2 ബൈ 5 തന്നെ കറക്റ്റ് തന്നെ. റൂട്ട് ഓഫ് 2 ബൈ 5, 10 റൂട്ട് ഓഫ് 2 ബൈ 5. ഇവിടെ എങ്ങനെ തെറ്റ് പറ്റിയത്? എവിടെ ഒരു ചെറിയ പ്രശ്നം വന്നല്ലോ. ഓക്കെ, 2 ബൈ എന്താണ്? 2 ബൈ പോയല്ലോ. ഓക്കെ, 2 ബൈ 10. അത് ശരിയാണ്, കുഴപ്പമൊന്നുമില്ല. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 1 ബൈ 5. അല്ലെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന ചെറിയൊരു ഇതിനെ റൂട്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ റൂട്ട് 2 അല്ല, ശരിക്കും ഇവിടെ ഒന്ന് കറക്റ്റ് ചെയ്യണം. അതാണ് തെറ്റിയത് നമുക്ക്. ദിസ് ഈസ് ഈക്വൽ റൂട്ട് ഓഫ് 4, 2 ഡിവൈഡ് ബൈ റൂട്ട് 10. 2 ഡിവൈഡ് ബൈ റൂട്ട് 10. ഇവിടെ നേരത്തെ ശരി തന്നെയാണ്. 2 ബൈ ഇതിനെ റൂട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2, ഇവിടെ റൂട്ട് 5 ഇൻറ്റു റൂട്ട് 2. ഇപ്പോൾ സെയിം ഒരേ വാല്യൂ തന്നെയാണ് വരുന്നത്. അപ്പോൾ രണ്ട് രീതിയിലും ചെയ്യാം. ഇവിടെ ഇതിന് മുന്നേ മോഡലും നമ്മൾ ചെയ്തിട്ടുണ്ട്. മോഡുലസ് കണ്ടുപിടിക്കാൻ പറഞ്ഞപ്പോൾ നമ്മൾ ഇതിന് മുന്നിൽ ഒരു ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മോഡുലസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഷോർട്ട് കട്ട്. വാട്ട് ഇസ് എ ഷോർട്ട് കട്ട്? ഇതിൻ്റെ മോഡുലസ് കണ്ടുപിടിക്കുന്ന ഷോർട്ട് കട്ട് എന്താ? 1 മൈനസ് ഐ ഡിവൈഡ് ബൈ 1 പ്ലസ് ഐൻ്റെ മോഡുലസ്. ദാറ്റ് ഈസ് ഈക്വൽ ഇതിൻ്റെ മോഡുലസ് ന്യൂമറേറ്ററിൻ്റെ മോഡുലസ് എത്രയാണ്? 1 സ്ക്വയർ പ്ലസ് മൈനസ് 1 സ്ക്വയർ. ഡിനോമിനേറ്ററിന് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. റൂട്ട് 2 ബൈ റൂട്ട് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അത് തന്നെയാണ് നമുക്ക് നേരത്തെ കിട്ടിയത്. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, now let us go to the next question.
ഫൈൻഡ് ദ മോഡുലസ്. ഇത് പക്ഷേ ഇത് അങ്ങനെ ചെയ്യരുത്. ഇത് ആദ്യം സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് നിങ്ങൾ എപ്പോഴും ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡ് ഫോം ഇപ്പോൾ എൻട്രൻസിൻ്റെ അല്ല നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഏത് ചോദ്യം കിട്ടിയാലും സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൊണ്ടുവരാം. ഞാൻ പറഞ്ഞു വന്നു മാത്രം, കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ ചെയ്യാവൂ, ഇല്ലെങ്കിൽ ഇതൊക്കെ കൊണ്ട് തെറ്റിക്കും നമ്മൾ. ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യം ചെയ്യാം. മൂന്നാമത്തെ ചോദ്യത്തിൽ എന്താ, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്താണ്? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. Multiplicative inverse. ഒന്നുമില്ല, consider a complex number z is equal to a plus ib. The multiplicative inverse or reciprocal. Multiplicative inverse എന്ന് പറയാം, അല്ലെങ്കിൽ reciprocal. Multiplicative inverse of z is z raised to minus 1 or 1 by z. Z raised to minus 1 ആണ് 1 by z, and that is 1 divided by a plus ib. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ. ഇനി അതിൻ്റെ ചോദ്യം എങ്ങനെ ചെയ്യാം എന്നുള്ളത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഒരു മൾട്ടിപ്ലിക്കേറ്റീവ്, ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കാണുക എന്ന് പറഞ്ഞാൽ 1 by z കണ്ടാൽ മതി. സോ ഫൈൻഡ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. z is equal to 4 minus 3i. The multiplicative inverse എന്താണ്? The multiplicative inverse is z raised to minus 1 or 1 by z. That is equal to 1 divided by 4 minus 3i. ഇനി ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളത്, ഇത് എങ്ങനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൊണ്ടുവരും എന്നുള്ളത് മാത്രമാണ് ചോദ്യം. അത് നമ്മുടെ സ്ഥിരം പരിപാടി. എന്താ? മൾട്ടിപ്ലൈയിങ് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ എന്തുകൊണ്ട് കോൺജുഗേറ്റ്. എത്ര? 4 plus 3i. അപ്പോൾ ന്യൂമറേറ്ററിൽ എന്താ വരിക? അവിടെയും 4 plus 3i. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 plus 3i ഡിവൈഡഡ് ബൈ 4 square, 16 minus 9i whole square. That is equal to 4 plus 3i divided by 16 plus 9. That is 4 plus 3i divided by 25. Or that is equal to 4 by 25 plus 3 by 25i. അതേപോലെ അടുത്തൊരു ചോദ്യം കൂടി. എന്താണ്? ഫൈൻഡ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം. Root of 5 plus i. Z is equal to root 5 plus i. Therefore, multiplicative inverse mi is equal to what? Z raised to minus 1, that is 1 by z. That is equal to 1 divided by root 5 plus i. Root 5 plus i. എന്ത് ചെയ്യും? അതിന് അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യും? അതേ സ്റ്റെപ്പ് ചെയ്യരുത്. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യും? സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മൾട്ടിപ്ലൈയിങ് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ ദ കോൺജുഗേറ്റ്. എന്താണ് കോൺജുഗേറ്റ്? 5 minus i. 5 അല്ല, root 5 minus i. അപ്പോൾ root 5 minus i എന്താ? root 5 minus i divided by ഇതെന്താ? root 5 into root 5 whole square minus i square. That is root 5 minus i divided by 5 plus 1. That is root 5 minus i divided by 6, or root 5 by 6 plus minus 1 by 6 into i is the z inverse. ഓക്കെ, അപ്പോൾ അത്തരം ചോദ്യങ്ങളൊക്കെ. ഇനി അഞ്ചാമത്തെ ചോദ്യം കൂടി ഒന്ന് ചെയ്യാം. ഫൈൻഡ് ദ മോഡുലസ്. Z is equal to അഞ്ചാമത്തെ. ഫൈൻഡ് ദ മോഡുലസ് ഓഫ് ദിസ് 1 plus i divided by 1 minus i minus 1 minus i divided by 1 plus i. ചിലപ്പം ആൾക്കാർ വിചാരിക്കുന്നത് ഒന്നിച്ച് മോഡുലസ് ആയിട്ട് ഓരോന്ന് അങ്ങനെ കാണാൻ പറ്റില്ല. കാരണം മോഡുലസ് ഓഫ് z1 plus z2 is equal to മോഡുലസ് ഓഫ് z1 plus z2 നമ്മൾ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു കാര്യം പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ മൈനസിന് അത് ബാധകമല്ല. അതിൽ ചില കണ്ടീഷൻസ് ഒക്കെ. അപ്പോൾ അതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒന്നിൽ LC എടുക്കുക, അല്ലെങ്കിൽ ഓരോന്നിനെടുത്ത് സിംപ്ലിഫൈ ചെയ്യുക. 1 plus i divided by 1 minus i minus 1 minus i divided by 1 plus i. വളരെ സിമ്പിൾ. വാട്ട് ഇസ് LCM? 1 minus i into 1 plus i. ഇവിടെ എന്താണ്? 1 plus i whole square minus 1 minus i whole square. That is 1 plus 2i plus i square minus 1 minus 2i plus i square. Divide by 1 square minus i square. That is equal to 1 plus 2i plus i square is equal to, minus 1 plus 2i minus i square. ഇവിടെ തന്നെ ക്യാൻസലേഷൻ ഉണ്ട്. മൈനസ് ഐ സ്ക്വയർ പ്ലസ് ഐ സ്ക്വയർ മൈനസ് 1 മൈനസ് പ്ലസ് 1. ഇത് ക്യാൻസൽ ചെയ്തു. ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1. 2i plus 2i, that is 4i divided by 2. That is equal to 2i. So, that is the z. ഇതെന്താ പറഞ്ഞത്? ഇനി ഇതിൻ്റെ മോഡുലസ് കാണണം. 2i എന്ന് പറഞ്ഞാൽ അത്ര 2i plus 0 or 0 plus 2i. ഇനി ഇതിൻ്റെ മോഡുലസ് എങ്ങനെ കണ്ടെന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ കണ്ടാൽ മതി.
സോ അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ തന്നിരിക്കുന്ന ചോദ്യങ്ങൾ ബാക്കിയൊക്കെ ചെയ്തു നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ്. വിച്ച് വൺ ഇസ് ദ റിയൽ പാർട്ട്? ഇതാ ഇവിടെ അതേപോലെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്. 1 + i -1 ഇതേ ചോദ്യമാണ് ഇവിടെ നാലാമത്തെ ഒബ്ജക്റ്റീവ്. വാട്ട് ഇസ് ദ റിയൽ പാർട്ട് ആൻഡ് ഇമാജിനറി പാർട്ട് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ? അതിന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്താ 0 + 2i എന്ന് കിട്ടി. 0 + 2i. അപ്പോൾ റിയൽ പാർട്ട് എത്രയാണ്? 0. ഇമാജിനറി പാർട്ട് എത്ര? 2i. ഇവിടെ ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. റിയൽ പാർട്ട് z1 = this and z2 = find real part of z1 into z2 divided by z1 conjugate. ആ ചോദ്യം കൂടി നമുക്ക് ചെയ്യാം. ഹോം അസൈൻമെൻറ്റിലെ 5ാമത്തെ ചോദ്യം. Let z1 = 2 - i, z2 = -2 + i. കണ്ടുപിടിക്കാൻ പറഞ്ഞത് റിയൽ പാർട്ട് ഓഫ് z1, z2, z1 ഇമാജിനറി. രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ ചെയ്താൽ മതി. അതിൻ്റെ ഇമാജിനറി പാർട്ടാണ് ഇവിടെ പറഞ്ഞത്. എന്തിൻ്റെ ഒന്നിൻ്റെ ഇമാജിനറി, ഇവിടെ എന്തിൻ്റെ ഒന്നിൻ്റെ റിയൽ പാർട്ട്. എന്തിൻ്റെ റിയൽ പാർട്ട്? z1 into z2 divided by z1 conjugate. z1 എന്താ? 2 - i into z2 -2 + i divided by z1 conjugate. 2 - i the conjugate. This is equal to, multiply that, -4 plus 2i plus 2i minus I square. -4 plus 2i, negative positive, plus 2i minus I square divided by 2 plus i. This is equal to -4 plus 4i plus 1 minus I square plus 1 divided by 2 plus i. That is equal to -3 plus 4i, 1 minus 4 plus 1 divided by 2 plus i. So the complex number is z1 by z2 divided by z1 conjugate is -3 plus 4i divided by 2 plus i. ഇതിൻ്റെ റിയൽ പാർട്ടാണ് ചോദിച്ചത്. ഇതിൻ്റെ റിയൽ പാർട്ട് കണ്ടുപിടിക്കാൻ ആദ്യം സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൊണ്ടുവരിക. സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്ത് വേണം? Multiplying the numerator and denominator by the conjugate. Conjugate എന്താ? 2 - i. 2 - i നെ കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ. അപ്പോൾ that is -6 plus 3i plus 8i minus 4i square divided by 4 minus I square. That is -6 plus 11i plus 4 divided by 4 plus 1. That is -2 plus 11i divided by 5. This can be rewritten as -2 by 5 plus 11 by 5i. What is the real part? RE of z1 into z2 divided by z1 conjugate. ആ തന്നിരിക്കുന്ന z1 into z2 by z1 conjugate is this. അതിൻ്റെ റിയൽ പാർട്ട് എത്രയാണ്? -2 by 5. ഇതേപോലെയാണ് അടുത്ത ചോദ്യം ചെയ്യേണ്ടത്. ഈ എക്സ്പ്രഷൻ കണ്ടുപിടിച്ച് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഇമാജിനറി പാർട്ട് എന്താണെന്നുള്ളത് കാണാം. ഓക്കെ, അപ്പോൾ അതാണ് കോംപ്ലക്സ് നമ്പറിൻ്റെ ഒരു വളരെ ഏറ്റവും ചെറിയ രൂപത്തിൽ നമ്മളതിനെ ഡിസ്കസ് ചെയ്തത്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്തത്. എന്താണ് കോംപ്ലക്സ് നമ്പർ, എന്താണ് അതിൻ്റെ പ്രോപ്പർട്ടീസ്, എങ്ങനെ രണ്ട് കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്യാം, എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം, എങ്ങനെ ഡിവൈഡ് ചെയ്യാം, എന്താണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്, മോഡുലസ് എന്താണ്, കോൺജുഗേറ്റ് എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തത്.